കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച വികസന നയരേഖ തന്നെയാണ്. കേരളത്തിൽ CPM-ന്റെ പ്രത്യേക ശാസ്ത്ര നിലപാടുകളിൽ നിന്നും പ്രഖ്യാപിത നയങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിക്കുന്നുവെന്ന വിമർശനങ്ങളൊക്കെ ഉയരുന്നു. ഈ ചർച്ചയ്ക്കൊപ്പം തന്നെയും മന്ത്രി സജി ചെറിയാൻ നമ്മോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഈ മുഖ്യമന്ത്രി അവതരിപ്പിച്ച വികസന നയരേഖ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതനുസരിച്ചുള്ള സൂചനകളൊക്കെ വെച്ചാണ് ചർച്ച നടത്തുന്നത്. എല്ലാ മേഖലകളും തുടർഭരണം മൂന്നാമതും കൊണ്ടുവരിക, അതിനെന്ത് മാർഗവും സ്വീകരിക്കുമെന്ന രീതിയിൽ പ്രഖ്യാപിതമായ നയങ്ങളിൽ നിന്നും സാമ്പത്തിക നയങ്ങളിൽ നിന്നും നിലപാടുകളിൽ നിന്നൊക്കെ മാറുകയാണോ ചെയ്യുന്നത്? മൂന്നാം ഘട്ടത്തിൽ ഭരണം കിട്ടുന്നതിന് വേണ്ടി ഇടതുപക്ഷ മുന്നണിയുടെയോ CPM-ൻ്റെ നയത്തിൽ നിന്ന് ഒരു മാറ്റവുമില്ല. നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഭാവി കേരളത്തെ എങ്ങനെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം അവതരിപ്പിച്ച നയരേഖയുടെ ഭാഗമായി കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന ഭാഗവും ഈ ഗവൺമെൻറ് ഈ 3.5 വർഷക്കാലവും ഒരുപാട് കാര്യങ്ങൾ ഈ നവകേരള സൃഷ്ടിയുടെ ഭാഗമായി നമ്മൾ നടപ്പാക്കി. ആ നടപ്പാക്കിയപ്പോൾ അതിൽ ഇനിയും നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ, അല്ലെങ്കിൽ പുതിയതായിട്ട് അതിനകത്ത് ചേർക്കേണ്ടതുണ്ടോ? അടുത്തൊരു 5 വർഷം, അതായത് ഒരു 6.5 വർഷം, ഇപ്പോഴത്തെ 15 മാസം, ഒരു 6.5 വർഷം കൊണ്ട് കേരളത്തെ ലോകത്തിലെ ഒരു അർത്ഥവികസിത രാജ്യത്തോടൊപ്പം, അല്ല അതിൻ്റെ സാമ്പത്തിക വളർച്ചയോടൊപ്പം കേരളത്തെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഒരു പ്രയത്നമാണിത്. ഈ പ്രയത്നം വിജയകരമായി എന്നതാണ് ഇപ്പോൾ തെളിയുന്നത്. കാരണം എല്ലാവരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? കേരളത്തിൻ്റെ അടിസ്ഥാന വികസന മേഖലയിൽ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ മാറ്റങ്ങൾ വന്നു. കേരളത്തിൻ്റെ പ്ലാനിൽ വ്യത്യാസം വന്നു. 30,000 കോടി രൂപ താഴെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബഡ്ജറ്റ് വിഹിതം ഉണ്ടായിരുന്ന സ്റ്റേറ്റിൽ 2 ലക്ഷം കോടിയിലേക്ക് എത്തി. കേരളത്തിൽ തനത് വരുമാനം വലിയ തോതിൽ വർദ്ധിച്ചു. കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം, വ്യക്തിഗത വരുമാനം വർദ്ധിച്ചു. അപ്പോൾ സാമ്പത്തിക മേഖല ഉയർച്ച, ഇപ്പം നമ്മൾ നടക്കുന്ന റോഡ് ഉൾപ്പെടെ നമ്മുടെ അടിസ്ഥാന മേഖല, സ്കൂള്, കോളേജുകൾ, പിന്നെ ആശുപത്രികൾ, റോഡുകൾ, പാലങ്ങൾ ഒക്കെ മാറി വലിയ തരത്തിലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറുന്നു. തീരദേശ മേഖലയിൽ വലിയ ഉണർവ് ഉന്മേഷം വരുന്നു. ഇങ്ങനെ ഒരു കാലം ഒരു ഭാഗത്ത് ഒരു വളർച്ച, മറുഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന BJP-യുടെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടത്തിൻ്റെ കേന്ദ്രമായി കേരളം മാറുന്നു. ഇന്ത്യയുടെ ഏറ്റവും നല്ല ഒരു ഒരു ശക്തമായ വർഗീയ വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ മതനിരപേക്ഷതയുടെ ഏറ്റവും ഉയർന്ന ഒരു കേന്ദ്രം എന്ന നിലയിൽ ലോകത്തിന് മുമ്പിൽ നമ്മൾ കേരളത്തെ അവതരിപ്പിക്കുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് നവകേരളം, വർഗീയ കലാവില്ലാത്ത ഒരു സ്റ്റേറ്റായി കേരളം മാറി. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു സമത്വസുന്ദരമായ, നല്ല ഭംഗിയുള്ള, നല്ല ചിന്തയുള്ള, നല്ല വികസിതമായ ഒരു സ്റ്റേറ്റ് ഇന്ത്യയിൽ വളർന്നു വരുന്നു. ആ വളർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിൻ്റെ ഒരു ബദലാണ്. അല്ല, നിലവിലുള്ള ഞങ്ങളുടെ നയങ്ങളിൽ നിന്നൊന്നും ഒരു മാറ്റം വന്നിട്ടല്ല. ഈ നയം കൊണ്ട് നേരത്തെ ഞങ്ങൾ ഈ നയത്തിൽ തന്നെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഈ മതനിരപേക്ഷ നിലപാട് ഉയർത്തിക്കാട്ടുന്നു പറയുമ്പോൾ തന്നെ വരുന്നൊരു സംശയം, ഒരു ചോദ്യം. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ നമുക്ക് പ്രകടമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂനപക്ഷങ്ങൾ CPM-ൽ നിന്ന് പരമ്പരാഗതമായി ലഭിക്കുന്ന വോട്ടുകളൊക്കെ അകന്നു പോകുന്നു എന്നുള്ള ഒരു ആശങ്കയുണ്ടോ? കാരണം ഈ കാസയ്ക്കെതിരെ ആക്രമണം നടത്തുന്നു, അല്ലെങ്കിൽ കാസയുടെ പിന്നിൽ RSS അജണ്ടയാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി SDP-ക്ക് കടന്നാക്രമിക്കുന്ന നിലപാട്. അതായത് ഒരേ സമയത്ത് തന്നെ മുസ്ലിം ന്യൂനപക്ഷത്തെയും ക്രൈസ്തവ ന്യൂനപക്ഷത്തെയും മതനിരപേക്ഷ നിലപാടുകളിലൂടെ വീണ്ടും അവരെ ചേർത്ത് നിർത്താനുള്ള ഒരു നീക്കമാണോ? ആ രീതിയിൽ എന്തെങ്കിലും ഒരു ആശങ്കയുണ്ടോ? നിങ്ങൾ കാണേണ്ട പ്രശ്നം, ലോകത്ത് മുഴുവൻ വളർന്നു വരുന്ന മുതലാളിത്ത സാമൂഹ്യ ക്രമത്തിൻ്റെ ഭാഗമായി വംശീയതയും വർഗീയതയും ജാതീയതയും ഭിന്നിപ്പ് ശക്തിപ്പെടുകയാണ്. അത് നമ്മൾ ചെറുതായിട്ട് കണ്ടുകൂടാ. അത് ആയുധം ഉപയോഗിച്ചുകൊണ്ട് നിരായുധരായിട്ടുള്ളവരെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന ഒരു ലോകമായി ലോകം മാറുന്നു. അത്തരമൊരു ഘട്ടത്തിൽ വർഗീയതയുടെ പരിപ്രേക്ഷ്യത്തോടു കൂടി ഒരു സംഘടനാ സമൂഹത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ അതിന് കുറച്ച് പിന്തുണ സാധാരണ ലഭിക്കാറുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റുകൾ ആ പിന്തുണ ലഭിച്ചു. കേരളത്തിൽ ലഭിക്കാത്ത ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യമാണ്. കേരളത്തിൽ അത് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചില ഇടപെടലുകൾ, ഇപ്പോൾ ക്രൈസ്തവ മേഖല കാസ, അല്ലെങ്കിൽ SDPI, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി, ഇങ്ങനെയുള്ള ചില സംഘടനകളെല്ലാം ഉപയോഗിച്ച് ന്യൂനപക്ഷ മേഖലയിൽ ഭൂരിപക്ഷ വർഗീയ ശക്തിപ്പെടുത്താൻ RSS, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സ്ട്രാറ്റജികൾ വർഗീയ ശക്തികൾ വലതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം കേരളത്തിൽ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇവിടെ അത് ചെയ്യുന്നുണ്ട്. കുറച്ചാളുകൾ അത് വീഴാതിരിക്കില്ല. അതിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയും? അതിനെ അതിജീവിക്കണമെങ്കിൽ രാഷ്ട്രീയ സമരത്തിലൂടെയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ, യഥാർത്ഥ പ്രശ്നം ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങളിലൂടെയും ജനങ്ങളെ അണിനിർത്തണം. വർഗീയതയും ജാതീയതയും കൊണ്ട് സമൂഹത്തിന് മാറ്റം ഉണ്ടാകാൻ കഴിയില്ല, മുന്നേറത്തില്ല എന്ന ബോധത്തിലേക്ക് ഈ സമൂഹത്തെ എത്തിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ കേരളത്തിൽ നടത്തുന്ന ഏക പാർട്ടി CPM ഇടതുപക്ഷം മാത്രമാണ്. വേറെ ആർക്കും അതിനുള്ള സമയമില്ല. അവർ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ആളിനെ കൂട്ടുന്ന സമയത്ത് ഞങ്ങൾ നടത്തുന്നൊരു പ്രക്രിയയുണ്ട്. ഈ വലതുപക്ഷത്തിൻ്റെ വർഗീയവൽക്കരണത്തിനായിട്ടുള്ള വളരെ ദീർഘവീക്ഷണത്തോടുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കേരളത്തിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. ആ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിലൂടെ മാത്രമേ
ഈ വർഗീയത തോൽപ്പിക്കാൻ കഴിയും. അതാണ് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. എല്ലാ മേഖലകളിലും ഒരു സ്വയം വിമർശനം ആത്മപരിശോധന നടത്തണമെന്ന് പാർട്ടി പറയുമ്പോൾ നേതാക്കന്മാർ ഒരു പലപ്പോഴും പ്രസ്താവനകളിലൊക്കെ മിതത്വം പാലിക്കണം, കുറച്ചൊക്കെ അച്ചടക്കം പാലിക്കണം എന്നുള്ളൊരു വിമർശനം കൂടി വരുന്നുണ്ട്. അതല്ല, അതൊക്കെ പ്രസംഗങ്ങളായി. ഈ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ മനുഷ്യരല്ലേ. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ഒരു വാക്കോ വരിയോ ചിലപ്പോൾ പശുവോ പറ്റില്ല, അത് തെറ്റ് വരും. അത് നമ്മുടെ നയത്തിൽ നിന്നുള്ള ഡീവിയേഷനൊന്നും അല്ല. ചിലപ്പോൾ നമ്മൾ നാടൻ പ്രയോഗങ്ങൾ നടത്തും, അതിനെയൊക്കെ വലിയ ഊതി ഉറപ്പിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗം. നമ്മുടെ പൊതുനയത്തിൽ നിന്ന് മാറിയോ, നമ്മളൊരു ഒരു 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 നമ്മുടെ പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് അവൻ മാറിയോ, അവൻ്റെ സംഘടനാപരമായി പാർട്ടി എടുത്തൊരു തീരുമാനത്തിൽ അവൻ മാറിയോ, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൽ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞു, അതാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് പ്രശ്നം എന്തെങ്കിലുണ്ടെങ്കിൽ നമ്മുടെ സഹകളി ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തും. അത് നേതാക്കന്മാർ ചൂണ്ടിക്കാണിക്കേണ്ടത്, താഴെയുള്ള പാർട്ടി സഹകളി ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താനുള്ള ബോധം കമ്മ്യൂണിസ്റ്റുകാരെ നമുക്കെല്ലാം ഉണ്ട്. പരസ്പരം ചൂണ്ടിക്കാണിക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഇതേ ഇന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഞങ്ങളൊക്കെ പറയാറുണ്ട്, ഇങ്ങോട്ടും പറയാറുണ്ട്, അത് കേൾക്കും. അതൊരു നമുക്കത് കേൾക്കുന്നത് സന്തോഷമാണ്. കാരണം നമുക്കൊരു തെറ്റ് പറ്റി അല്ലെങ്കിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്, നമ്മളത് സൂക്ഷിക്കണമെന്നല്ലേ. അതിനെന്താ തെറ്റ്? അത് തിരുത്തേണ്ട ഉത്തരവാദിത്തം പാർട്ടി നേതൃത്വത്തിലുള്ള സഹാക്കൾക്കില്ലേ. പറയുന്നവർക്ക് അത് പറയും. ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരു വാക്ക് തെറ്റി, ഉടനെ അത് ലോകത്തെ ഏറ്റവും വലിയ പ്രതിഭാസമായിട്ടും പ്രശ്നമായിട്ട് എടുക്കണ്ട, ഇങ്ങനെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് സംബന്ധിച്ചു. അതോടുകൂടി ആ പ്രശ്നം തീർന്നു. ഞങ്ങളുടെ സമ്മേളനം എന്ന് പറഞ്ഞാൽ വളരെ സുതാര്യമാണ്. എന്ത് കാര്യം അവർക്ക് പറയാം, ധൈര്യമായിട്ട് പറയാം, അതിന് പിന്തുണയും കൊടുക്കും. തിരുത്തേണ്ട സഹാക്കളുണ്ട്, തിരുത്തുകയും ചെയ്യണം. ആരെപ്പറ്റി വേണം വിമർശിക്കുക. തീർച്ചയായും പ്രഖ്യാപിതമായ നിലപാടുകളിലും നയങ്ങളിൽ നിന്നോ ഒന്നും തന്നെ CPM പിന്മാറിയിട്ടില്ല. മാത്രവുമല്ല, മന്ത്രി സജി ചെറിയാൻ പറയുന്നത് അദ്ദേഹത്തിനെതിരെ ഇന്നലെ അദ്ദേഹത്തിന് നേരെ വിമർശനമുണ്ടായിരുന്നു, വാക്കുകളിൽ മിതത്വം പാലിക്കണമെന്ന വിമർശനമൊക്കെ ഉയർന്നു. പക്ഷേ ആ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനെ തള്ളാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അത്തരം വിമർശനങ്ങളെ താൻ ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുന്നു. അതേസമയം പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നോ നയങ്ങളിൽ നിന്നോ മാറുന്നു. അതാണ് ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്, അതാണ് ചർച്ച ചെയ്യേണ്ടത്. അതേസമയം ചില വാക്കുകൾ വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ചില പ്രസ്താവനകളോ വാക്കുകളോ വരുമ്പോൾ അതിന് വലിയ പ്രാധാന്യം നൽകേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ക്യാമറാമാൻ പ്രദീപ് വാളത്തുങ്കലിനൊപ്പം അൻഫ്ലി ഡിസൂസ, അമൃത ന്യൂസ്.